ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ നീക്കം. അടുത്തിടെ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ശക്തമായ പ്രതിഷേധമുയരുന്നത്. ഇന്നലെ ചേർന്ന അക്കാദമി ജനറൽ കൗൺസിൽ യോഗം രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് കത്തയച്ചിരുന്നു. അക്കാദമിയിലെ പുതിയ വിവാദങ്ങളിൽ സർക്കാരും കടുത്ത നിലപാടിലാണെന്നാണ് സൂചന. വി അരുണിന്റെ റിപ്പോർട്ട്. വി അരുൺ ചേരുന്നു. അരുൺ, രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ഇന്നലെ പ്രധാനപ്പെട്ട അക്കാദമി അംഗങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഭൂരിഭാഗം പേർക്കും അതേ ആവശ്യം തന്നെയാണ്. മന്ത്രി കത്തയച്ചുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, രാജി ആവശ്യം തള്ളുന്നു അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. ഈ രാജി എന്നൊരു കാര്യം ഇപ്പോൾ പരിഗണനയിലില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇന്നലെ സമാന്തര കൗൺസിൽ യോഗം ചേർന്നുവെന്ന വാർത്ത അക്കാദമി സെക്രട്ടറി അജോയും നിഷേധിച്ചു. അത്തരത്തിൽ സമാന്തര കൗൺസിൽ യോഗം ചേർന്നിട്ടില്ല. അംഗങ്ങൾ അവിടെ സംസാരിച്ചതിന് അപ്പുറത്തേക്ക് സമാന്തര കൗൺസിൽ അല്ല എന്ന നിലപാടിലാണ് അക്കാദമി ഔദ്യോഗികമായി ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ രഞ്ജിത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. രഞ്ജിത്തിന്റെ പ്രവർത്തനങ്ങൾ, രഞ്ജിത്തിന്റെ ഇടപെടലുകൾ അക്കാദമിക്ക്, സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കുന്നു. അനാവശ്യമായി അക്കാദമിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയർമാൻ രഞ്ജിത്ത് എന്ന വിമർശനമാണ് ഉയർന്നത്. അതുകൊണ്ടാണ് 4 അംഗങ്ങൾ, ഇടതുപക്ഷ അനുഭാവമുള്ള 4 അംഗങ്ങൾ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരെ അവഹേളിച്ചത് അനാവശ്യ കാര്യമാണ്. രഞ്ജിത്ത് അനാവശ്യമായി ഇത്തരം ഇടപെടലുകൾ നടത്തുന്നു. കഴിഞ്ഞ IFKയുടെ സമാപന വേദിയിൽ കാണികളെ, നാട്ടുകാരെ അവമാനിച്ച് രഞ്ജിത്ത് രംഗത്തെത്തിയിരുന്നു. പ്രേക്ഷകരെ നായികളോട് ഒമ്മിച്ച് രഞ്ജിത്ത് ന്യൂസ്18നോടക്കം പ്രതികരിച്ചു. ഇത്തരം വിവാദങ്ങൾ അക്കാദമിയുടെ ശോഭ കെടുത്തുന്നതാണ്, സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നതാണ്. അതുകൊണ്ട് രഞ്ജിത്ത് മാറണമെന്നാണ് ആവശ്യം. ഇന്നലെ ചേർന്ന ഈ സമാന്തര കൗൺസിൽ യോഗത്തിലും 9 അംഗങ്ങൾ മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയതും രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നേരത്തെയൊക്കെ രഞ്ജിത്തിന് വലിയ പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് സിനിമാ മന്ത്രി സജി ചെറിയാനും ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു പിന്തുണ അതേ രീതിയിൽ രഞ്ജിത്തിന് ലഭിക്കുമെന്ന് കരുതാനാകില്ല. സർക്കാരും രഞ്ജിത്തിന്റെ പ്രവർത്തനങ്ങൾ പൊതുവിൽ മടുപ്പിലാണ്. രഞ്ജിത്ത് നിരന്തരം സർക്കാരിനെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നതിൽ പ്രതിഷേധം ഭരണ മുന്നണിയിൽ തന്നെ ശക്തമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് എത്രനാൾ ഇത് തുടരാനാകുമെന്ന കാര്യം സംശയമാണ്. ഏതായാലും നിലവിൽ രാജി എന്ന ആവശ്യം, രാജി എന്ന നീക്കം പരിഗണനയില്ല എന്നാണ് രഞ്ജിത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും സർക്കാർ നിലപാട് നിർണായകമാണല്ലോ. കാരണം നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്നു. ഒപ്പം സജി ചെറിയാൻ മന്ത്രിക്കെതിരെ പോലും കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ചില തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിണറായി വിജയനെ, മുഖ്യമന്ത്രിയെ മോശമായി പരാമർശിച്ചു എന്ന രീതിയിലുള്ള ആരോപണമുണ്ടായിരുന്നു. ഒപ്പം പ്രധാനപ്പെട്ട മലയാള സിനിമയിൽ നടന്മാർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ സർക്കാരിന് രഞ്ജിത്തിനെ ഈ സ്ഥാനത്ത് തുടരാൻ, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള നീക്കമുണ്ടാകുമോ? ആരുടെ പിന്തുണയാണ് നിർണായകമാവുക? അതുതന്നെയാണ് ഇനി അറിയേണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പിന്തുണ സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് സിനിമാ മന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ രഞ്ജിത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഇടത് അനുഭാവമുള്ള CPM അനുഭാവികളായ ആളുകൾ തന്നെ ഇത്തരത്തിൽ രഞ്ജിത്തിനെ മാറ്റണം, രഞ്ജിത്തിന് മുഖ്യമന്ത്രികളെ കത്തിയിൽ 4 അംഗങ്ങൾ, അതിൽ CPIയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ പ്രധാനമായും ഞങ്ങളെല്ലാം ഇടതുപക്ഷ അനുഭാവികളാണ്. പക്ഷേ രഞ്ജിത്തിന്റെ ഈ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ മാത്രമല്ല സിനിമാ മേഖലയിലെ പ്രമുഖരെ തന്നെ അധിക്ഷേപിക്കുകയാണ്. രഞ്ജിത്ത് അക്കാദമിക്ക് ഇത്തരത്തിൽ ചീത്തപ്പേരുണ്ടാക്കുകയാണ്, കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെടുത്തുകയാണ്. പല കാര്യങ്ങളും ഏകപക്ഷ തീരുമാനങ്ങൾ, ഏകപക്ഷ നിലപാടുകളാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഒരു കാരണവശാലും ഇനിയും വച്ചു പൊറിപ്പിക്കരുത്. അത് സംസ്ഥാന സർക്കാരിന് നാണക്കേടാകും, ചലച്ചിത്ര അക്കാദമിയുടെ യശസ് കെടുത്തും. ഇതാണ് ഇടതുപക്ഷ അനുഭാവമുള്ള അംഗങ്ങൾ പോലും മുഖ്യമന്ത്രിയോടും അതുപോലെ സിനിമാ മന്ത്രി സജി ചെറിയാനോടും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള ഒരു ബ്ലാങ്ക് ചെക്ക്, പിന്തുണയുടെ കാര്യത്തിൽ ബ്ലാങ്ക് ചെക്ക് സർക്കാർ രഞ്ജിത്ത് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ നൽകില്ല എന്ന് കരുതുന്നവരാണ് ഏറെയും. കൂടുതൽ പേർ രഞ്ജിത്തിന് വരും ദിവസങ്ങളിൽ നിലപാടെടുക്കാൻ തന്നെയാണ് സാധ്യത. ചലച്ചിത്രമേളയുടെ അവസാന ദിവസമാണെന്ന് ഈ ഘട്ടത്തിൽ രഞ്ജിത്തിനെതിരെ അത്തരമൊരു പരസ്യ നിലപാട് വേണ്ട എന്ന അഭിപ്രായമുള്ളവരാണ് അക്കാദമിയിൽ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തെ പോലും സമാന്തര യോഗമെന്ന വിശേഷിപ്പിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നത്. അതിനപ്പുറത്തേക്ക് രഞ്ജിത്തിന് അക്കാദമിയിൽ പിന്തുണ കുറയുകയാണ്. ഒരു വനിതാ അംഗത്തെ അധിക്ഷേപിച്ചു എന്ന പരാതിയുണ്ട്. അതൊരു പരാതി പറയാൻ പോയപ്പോഴാണ് അവരെ ആ രീതിയിൽ അവഹേളിച്ചത്. അതും വലിയ വിമർശനം,
വലിയ അമർഷം അക്കാദമി അംഗങ്ങൾക്കും സിനിമാ സമൂഹത്തിൽ പൊതുവിലും ഉണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ നീക്കങ്ങൾ, രഞ്ജിത്തിൻ്റെ ഇടപെടൽ മാടമ്പി സ്വഭാവമാണ് എന്ന വിമർശനമാണ് അക്കാദമി അംഗങ്ങളിൽ നിന്ന് പ്രധാനമായി ഉയരുന്നത്. ഡോക്ടർ ബിജു, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വലിയ ആരാധകർ സംസ്ഥാനത്തുണ്ട്. രാജ്യത്തിന് പുറത്തും നിരവധി മേളകളിൽ അംഗീകരിക്കപ്പെട്ട ചലച്ചിത്രകാരനാണ്. അത്തരം ആളുകളെ ഇങ്ങനെ പരസ്യമായി അവമാനിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുള്ളവർ തന്നെയാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ കൂടുതലും. ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അടക്കം അത്തരം അഭിപ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയുമാണ്. രഞ്ജിത്ത്.